ഹായ് ഗായ്സ്, ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയുടെ ഉദ്ഘാടനമാണ്. നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് 3യുടെ അടുത്താണ് ഇവൻ്റെ ഈ കട വരുന്നത്. ഒബോറ എന്നാണ് കടയുടെ പേര്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഊബർ എടുത്ത് ഒരു സ്ഥലം വരെ പോവാം. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇന്ന് അവിടെ അന്നദാനമുണ്ട്. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോഴാണ് അവിടുത്തെ നീണ്ട ക്യൂ കണ്ട് ഞങ്ങളൊന്ന് ഞെട്ടിയത്. ഈ ചൂടിനിടയിൽ ആ ക്യൂവിൽ പോയി നിൽക്കുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കഷ്ടമാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് അന്നദാനം കഴിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങളൊരു ക്യൂവിൽ കയറി അങ്ങ് നിന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മഹാദേവ ക്ഷേത്രം. ഇവിടെ രാത്രി അടിപൊളിയാണ് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറാണ് രാത്രി കാണാനായിട്ട്. നല്ല ക്യൂ ഉണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മളെല്ലാ ദിവസവും ഇവിടെ കഴിക്കും. ചൂടത്തിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്, നല്ല ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾക്കും അന്നദാനം കിട്ടി ഗൈസ്. നല്ല അടിപൊളി ഒരു അന്നദാനമായിരുന്നു. ഞങ്ങളത് കഴിച്ചു ഗൈസ്. ഇന്നത്തെ സദ്യ സൂപ്പറായിരുന്നു. അത്യാവശ്യം നല്ല ഇടിയും തള്ളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റി. സന്തോഷം മാത്രം. എനിക്ക് സദ്യയെ പറ്റി എന്തും പറയാനുള്ള അപ്പം നമുക്കിനി പോയി ഒന്ന് ഉറങ്ങണം. നല്ല സദ്യ കഴിച്ചാൽ ഉറങ്ങണമെന്നാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു സദ്യ കഴിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇറങ്ങി. അപ്പം ഉറങ്ങിയിട്ട് നമുക്ക് വൈകിട്ട് നമുക്ക് വീണ്ടും അമ്പലത്തിൽ പോകണം. പള്ളിവേട്ടയാണ്. ഞാൻ ഇതുവരെ സാധനം നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കിപ്പം വൈകിട്ട് കാണാം. അങ്ങനെ നീണ്ടൊരു മഴയ്ക്ക് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഇന്ന് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഈ മഴ കണ്ടിട്ട്. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഒരുങ്ങിപ്പോയി. അപ്പോൾ ഗൈസ്, ഇതാണ് ദേവ, പിന്നെ ഇതാണ് ഗീതുവും സാനിയും. ഞങ്ങളിത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് രാത്രി 7:30 തൊട്ട് 10-11 മണി വരെ ഞങ്ങളിങ്ങനെ കാത്തിരുന്നത്. ഇതാണ് പള്ളിവേട്ട എന്ന് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ പള്ളിവേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ ഞങ്ങൾ. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടത്. ഇതിൽ കൂടുതൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എനിക്ക് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പള്ളിവേട്ടയുടെ ലാസ്റ്റ് ആയിരിക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ ഉത്സവം കഴിഞ്ഞ് വരുന്ന വഴിയാണ്. പള്ളിവേട്ടയായിരുന്നു. പള്ളിവേട്ട കഴിഞ്ഞു ഞങ്ങളിത് തിരിച്ചു പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.